നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇതാണ് കോൺഗ്രസ്. ഒരു ദിവസം മുൻപ് പരസ്പരം കടിച്ചു കീറിയിരുന്ന ആൾക്കൂട്ടം ഒരു വിഭാഗം കെ സുധാകരന് വേണ്ടി അലമുറയിട്ടു. മറുവിഭാഗമാവട്ടെ കെ സുധാകരനെ തളയ്ക്കണമെന്ന് ആക്രോശം മുഴക്കി. പരസ്പരം അവർ പോർവിളിച്ചു, വെല്ലുവിളിച്ചു. എന്നാൽ ഇന്ന് തെരഞ്ഞെടുപ്പ് ഗോതയിൽ കോൺഗ്രസിനെ കാണുന്നത് ഒരൊറ്റ സംഘടനയായി, ഒരൊറ്റ പാർട്ടിയായി. അവർക്കൊരേ വികാരം. പിണറായി വിജയന്റെ മൂന്നാം ഭരണം അവസാനിപ്പിക്കുമെന്ന ശപഥം ചെയ്ത് ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമൊക്കെ കളത്തിലിറങ്ങി. കോൺഗ്രസിൽ മാത്രം കാണുന്ന ഒരു അപൂർവ പ്രതിഭാസമാണിത്. പെരുമ്പാവൂരിൽ താൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച എൽദോസ് കുന്നപ്പള്ളിയെ വരെ കോൺഗ്രസ് ഒതുക്കിയെടുത്തു. പലയിടങ്ങളിൽ തലപൊക്കിയ വിമതന്മാരെ ഇന്നലെ രാത്രിയോടെ കോൺഗ്രസ് പാർട്ടി തളച്ചു. കോൺഗ്രസിന്റെ ഈ ശൈലി തന്നെയാണ് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതും. ഞങ്ങൾ തമ്മിൽ തല്ലും, കാരണം ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ഒരു പൊതുലക്ഷ്യത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിക്കും. നേതാവിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് സമയത്തായാലും ഇനി സംഘടനാ തെരഞ്ഞെടുപ്പ് വേളയിലായാലും കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമൊക്കെ തമ്മിലടിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ഗ്രൂപ്പ് പോര് ഏറ്റവും ഉച്ചത്തിലുള്ള സമയത്ത് പോലും ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ പിന്നെ അവർ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നീങ്ങും. കടന്നുപോയത് കോൺഗ്രസ് എന്ന സംഘടനയെ ഒരു ദിവസം മുഴുവൻ മുൾമുനയിൽ നിർത്തിയ സംഭവ വികാസങ്ങൾ. ഡൽഹിയിലേക്കായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും അനുയായികളുടെയും ഒക്കെ കണ്ണുകൾ. കെ സുധാകരൻ ശാന്തനാകുമോ എന്ന ചോദ്യം ഇന്നലെ രാവിലെ മുതൽ മാധ്യമങ്ങൾ ഉയർത്തി. എംപിമാരുടെ ഗോദാവരി എന്ന ഫ്ളാറ്റ് സമുച്ചയത്തിലെ അടച്ചിട്ട 301 നമ്പർ മുറിയിലിരുന്ന് എന്ത് തന്ത്രങ്ങളാവും കെ സുധാകരൻ മെനയുന്നത് എന്ന ആലോചനയിലായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ. ഇന്നലെ ഉച്ചയോടെ ഹൈക്കമാൻഡ് കെ സുധാകരന് മുന്നിൽ മുട്ടുകുത്തി എന്ന തലത്തിലുള്ള വാർത്തകൾ കേരളത്തിൽ പടർന്നു. എന്നാൽ സമർത്ഥമായി ഹൈക്കമാൻഡ് ഇതിനെ അതിജീവിച്ചതെങ്ങനെ എന്ന ചോദ്യമാണിപ്പോൾ ഉയർന്നു വരുന്നത്. മറുവശത്ത് കെ സുധാകരൻ അത്ര കണ്ട് ഒതുങ്ങിയോ എന്ന ചോദ്യവും ഉയരുന്നു. സുധാകരൻ പതുങ്ങിയത് വെറുതെ ആയിരിക്കില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. കാരണം വലിയ വാശിക്കാരനാണ് സുധാകരൻ, മനസ്സിൽ പക കൊണ്ടു നടക്കുന്നയാൾ. അങ്ങനെയൊരു സുധാകരൻ ഒരൊറ്റ ദിവസം കൊണ്ട് ഇത്രയധികം മെരുങ്ങുമോ? ഇപ്പോഴിതാ കോൺഗ്രസ് പറയുന്നു, ഇന്നലെ പകൽ പ്രചരിച്ച കഥകൾ പലതും കെട്ടുകഥകളായിരുന്നു. സുധാകരനോട് അടുപ്പമുള്ള ചില കോൺഗ്രസ് നേതാക്കളും പിന്നെ സുധാകരന്റെ വീട്ടുകാരും ചേർന്ന് മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്ത കള്ളക്കഥകളാണ് നിങ്ങൾ കേട്ടത് എന്നതാണിപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ വിശദീകരണം. റിജിൽ മാക്കുറ്റിയെപ്പോലുള്ളവരാണ് സുധാകരന്റെ ഉറ്റ അനുയായികൾ. അവരൊക്കെയാണ് ഇന്നലെ മാധ്യമങ്ങളുമായി സംസാരിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരന് കണ്ണൂരിൽ സീറ്റില്ല എന്ന ഹൈക്കമാൻഡ് പ്രഖ്യാപനത്തോടെയാണ് കാര്യങ്ങൾ തകിടം മറിഞ്ഞത്. ഇതോടെ കെ സുധാകരൻ കോപാകുലനായി. സുധാകരൻ രമേശ് ചെന്നിത്തലയോടും കെ.സി. വേണുഗോപാലിനോടും ഗുഡ് ബൈ പറഞ്ഞതോടെ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്നു എന്ന തോന്നൽ. കണ്ണൂരിൽ സ്വതന്ത്രനായി സുധാകരൻ മത്സരിക്കുമെന്ന വാർത്തകൾ തുടർന്ന് പുറത്തുവന്നു. സുധാകരൻ മാത്രമല്ല, സുധാകരനൊപ്പമുള്ള വലിയൊരു അനുയായി വൃന്ദം കേരളത്തിൽ പല മണ്ഡലങ്ങളിലും തങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തണമെന്നും ഒരു സ്വതന്ത്ര പാർട്ടി രൂപീകരിച്ച് NDAയുടെ ഭാഗമാകണമെന്ന ആവശ്യവും ഉന്നയിച്ചു. കെ സുധാകരൻ എന്തെങ്കിലുമൊന്ന് പ്രതികരിക്കുമെന്ന് കരുതി മാധ്യമപ്പട 2 ദിവസമാണ് ഗോദാവരി ഫ്ളാറ്റ് സമുച്ചയത്തിന് തൊട്ടു താഴെ കാത്തുനിന്നത്. എന്നാൽ സുധാകരൻ തന്റെ ഫ്ളാറ്റിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. അഭ്യൂഹങ്ങളുടെ പെരുമഴയാണ് തുടർന്ന് പെയ്തിറങ്ങിയത്. സുധാകരൻ പാർട്ടി വിടുകയാണ് എന്ന വാർത്ത കോൺഗ്രസ് നേതാക്കളെ അടപടലം ഞെട്ടിച്ചു. തുടർന്നാണ് രമേശ് ചെന്നിത്തല A.K. ആന്റണിയെ ബന്ധപ്പെടുന്നതും തുടർന്ന് A.K. ആന്റണി കെ സുധാകരനുമായി ഫോണിൽ സംസാരിക്കുന്നതും. കാര്യങ്ങൾ കൈവിട്ടു പോകാൻ അനുവദിക്കരുത് എന്ന് A.K. ആന്റണി മല്ലികാർജുൻ ഖാർഗെയെ വിളിച്ചു പറയുന്നു. ഇതേ ആവശ്യം രാഹുൽ ഗാന്ധിയുടെ മുന്നിലും A.K. ആന്റണി വയ്ക്കുന്നു. എന്നാൽ സമർത്ഥമായ കരുനീക്കങ്ങൾക്കൊടുവിൽ സുധാകരനെ മയപ്പെടുത്താൻ ഹൈക്കമാൻഡിന് കഴിഞ്ഞു. എന്ത് സൂത്രമാണ് അവർ അതിന് പ്രയോഗിച്ചത്? സുധാകരന് എന്തെങ്കിലും വമ്പൻ ഓഫറുകൾ കൊടുത്തോ, അതോ ഭയപ്പെടുത്തിയോ? ഭയപ്പെടുത്തിയാൽ വീഴുന്നയാളല്ല സുധാകരൻ. എന്നാൽ താൻ അപമാനിതനായി എന്ന തോന്നൽ സുധാകരനിൽ ശക്തമാണ്. അതുകൊണ്ട് തന്നെ സുധാകരൻ പതുങ്ങുമ്പോൾ കോൺഗ്രസ് ഭയക്കുന്നു. ബുധനാഴ്ച പുലർച്ചെ 2:30 വരെ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് കെ സുധാകരനും അടൂർ പ്രകാശിനും നിയമസഭാ സീറ്റ് നൽകേണ്ട എന്ന് ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമെടുത്തത്. പിന്നീട് ഒരു ഘട്ടത്തിൽ പോലും ഇതിൽ നിന്ന് വ്യതിചലിക്കാൻ ഹൈക്കമാൻഡ് തയ്യാറായില്ല എന്നാണിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വിശദീകരിക്കുന്നത്. രാഹുൽ ഗാന്ധിയും കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും സണ്ണി ജോസഫും അടക്കമുള്ള നേതാക്കൾ മണിക്കൂറുകളോളം കൂടിയാലോചനകൾ നടത്തി. വി.ഡി. സതീശൻ എംപിമാർ ഇക്കുറി മത്സരിക്കേണ്ടതില്ല എന്ന കടുത്ത നിലപാട് തുടർന്നു. വി.ഡി. സതീശനെ അനുനയിപ്പിക്കാൻ മറ്റുള്ളവർക്ക് കഴിഞ്ഞില്ല. കെ.സി. വേണുഗോപാലും സമാനമായ ചിന്താഗതിക്കാരനായിരുന്നു. വി.ഡി. സതീശൻ പറയുന്നതാണ് ശരി എന്ന നിലപാടിൽ രാഹുൽ ഗാന്ധി എത്തി.
രാഹുൽ ഗാന്ധി പിന്നീട് അണുവിട വ്യതിചലിച്ചില്ല തന്റെ നിലപാടിൽ നിന്ന്. സതീശനും സണ്ണി ജോസഫും വ്യാഴാഴ്ച പുലർച്ചെ തന്നെ കേരളത്തിലേക്ക് വിമാനത്തിൽ മടങ്ങി. തൊട്ടു പിന്നാലെ സുധാകരന്റെ അടുപ്പക്കാരിൽ നിന്ന് പുതിയ സന്ദേശങ്ങൾ പുറത്ത് മാധ്യമപ്പടയ്ക്ക് കിട്ടുന്നു. ഇടഞ്ഞു നിൽക്കുന്ന സുധാകരൻ ഉച്ചയ്ക്ക് 12 മണിയോടെ മാധ്യമ സമ്മേളനം നടത്തുമെന്ന വിവരമാണ് മാധ്യമപ്രവർത്തകർക്ക് കിട്ടിയത്. ഇതോടെ വലിയ ആകാംക്ഷയിലായി ദില്ലിയും കേരളവും. സീറ്റ് നൽകിയില്ലെങ്കിൽ സുധാകരൻ പാർട്ടി വിടും എന്ന അഭ്യൂഹങ്ങളാണ് തുടർന്ന് ശക്തിപ്പെട്ടത്. ഇതിനിടയിലാണ് നാടകീയ സംഭവ വികാസങ്ങൾ. അനുനയിപ്പിക്കാൻ വിളിച്ച KC വേണുഗോപാലിനോട് K സുധാകരൻ പറഞ്ഞു, എനിക്ക് എൻ്റെ വഴി, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, ഗുഡ് ബൈ. ഈ ഘട്ടത്തിലായിരുന്നു അത്യന്തം നാടകീയമായ നീക്കങ്ങൾക്ക് ഹൈക്കമാൻഡ് തുടക്കമിട്ടത്. അതിനാവട്ടെ ഇന്ധനം പകർന്നത് AK ആന്റണിയും. ഉച്ചതിരിഞ്ഞതോടെ സുധാകരന് സീറ്റ് ഹൈക്കമാൻഡ് അനുവദിച്ചു എന്ന തലത്തിലുള്ള വാർത്തകൾ. ഹൈക്കമാൻഡ് മുട്ടുമടക്കി സുധാകരൻ വിജയിച്ചു എന്നതായിരുന്നു മാധ്യമങ്ങളുടെ നിരീക്ഷണം. കണ്ണൂരിൽ വലിയ സ്വീകരണ പരിപാടികൾക്കൊരുക്കം തുടങ്ങി. വിജയിച്ച് കേരളത്തിലേക്ക് മടങ്ങി വരുന്ന സുധാകരന് സ്വീകരണമൊരുക്കാൻ വലിയ കോപ്പുവട്ടം. എന്നാൽ കണ്ണൂരിൽ തന്നെ നിരവധി പാർട്ടി നേതാക്കളെ മുൻനിരയിൽ നിർത്തി മറുവിഭാഗം തന്ത്രങ്ങൾ മെനഞ്ഞു. പ്രായാധിക്യമുള്ള K സുധാകരൻ ഇനി മത്സരിച്ചാൽ ശരിയാവില്ല. അതുകൊണ്ട് തന്നെ സുധാകരൻ മാറി നിൽക്കണമെന്ന ആവശ്യം പ്രാദേശിക നേതാക്കൾ ഉയർത്തി തുടങ്ങി. എല്ലാറ്റിനുമൊടുവിൽ ദില്ലിയിൽ സംഭവിച്ചതെന്ത്? നീണ്ട സംഭവ പരമ്പരകളാണ് പിന്നീട് ഡൽഹിയിൽ അരങ്ങേറിയത്. ഒടുവിൽ സുധാകരൻ തന്റെ മനസ്സ് മാറ്റിയതോടെ കേന്ദ്ര നേതാക്കൾ പറഞ്ഞു, കോൺഗ്രസിന് ആശ്വാസകരമാണ് സുധാകരന്റെ നിലപാട്. K സുധാകരന്റെ നീക്കങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ കാടുകയറിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ കടന്നുപോയത്. എന്നാൽ അവിടെ അനങ്ങാതെ കുലുങ്ങാതെ നിന്നു കോൺഗ്രസ് ഹൈക്കമാൻഡ്. ഒടുവിൽ ഹൈക്കമാൻഡിന്റെ പരിഹാരക്രിയയാണ് അവിടെ വിജയിച്ചത്. സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞു, ഇനി പട്ടിക ഉടൻ തന്നെ പുറത്തുവിടുമെന്ന് ഹൈക്കമാൻഡ് പറയുന്നു. MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന കർശന നിലപാട് തന്നെയാണ് ഹൈക്കമാൻഡ് തുടരുന്നത് എന്ന് ഇന്നലെ വൈകിട്ടോടെ കോൺഗ്രസ് നേതാക്കൾ സ്ഥിരീകരിച്ചു. എന്നാൽ പട്ടിക പുറത്തുവിടുന്നതിന് മുൻപ് സുധാകരനെ ശാന്തമാക്കണം. അതിനുവേണ്ടി നിരവധി തന്ത്രങ്ങളാണ് ഹൈക്കമാൻഡ് ആവിഷ്കരിച്ചത്. സുധാകരനടക്കം MP-മാരുടെ മത്സര താൽപര്യം പലവട്ടം ചർച്ചയ്ക്ക് വന്നതാണ്. വേണ്ട എന്ന നിലപാട് തന്നെയാണ് എപ്പോഴും കോൺഗ്രസ് നേതൃത്വവും ഹൈക്കമാൻഡും തുടർന്നത്. ഒരാൾക്കും ഇളവ് നൽകാൻ നേതൃത്വം താൽപര്യപ്പെടുന്നില്ല എന്ന വിവരം ഒരിക്കൽ കൂടി സുധാകരൻ അറിയിച്ചു. 3 MP-മാർക്ക് അനുമതി നൽകിയാൽ അത് 21 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് തുല്യമാകും. കോൺഗ്രസിന് വലിയ പരീക്ഷണമാകുമത്. കണ്ണൂരിൽ K സുധാകരൻ മത്സരിക്കണമെന്ന സുധാകരന്റെ ഉറ്റ ബന്ധുക്കൾ തന്നെയാണ് വാശി പിടിച്ചത്. ഒപ്പം സുധാകര അനുയായികളായ കണ്ണൂരിലെ ചില നേതാക്കളും. സുധാകരനെ അനുനയിപ്പിക്കാൻ KC വേണുഗോപാലും AP അനിൽകുമാറും ആവുന്നത്ര പയറ്റി നോക്കി. എന്നാൽ ആ ഘട്ടത്തിൽ സുധാകരൻ വഴങ്ങുന്നില്ല. തുടർന്ന് ഷാഫി പറമ്പിലിനെ അവർ അറിയിച്ചു. കാര്യങ്ങൾ സുധാകരനെ വ്യക്തതയോടെ ബോധ്യപ്പെടുത്തി. എങ്കിലും സുധാകരൻ ശാന്തനായില്ല. ഇതിനിടയിൽ AK ആന്റണിയുടെ ഫോൺ കോളിൽ സുധാകരന്റെ മനസ്സൊന്നലിഞ്ഞു. പിണറായി സർക്കാരിന്റെ തുടർഭരണം ഇതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണോ എന്നതായിരുന്നു AK ആന്റണിയുടെ ചോദ്യം. ഇതിനിടയിലാണ് മുതിർന്ന നേതാവെന്ന നിലയിൽ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ഇറക്കുന്നതിന് മുൻപ് മല്ലികാർജ്ജുൻ ഖാർഗെ നേരിട്ട് K സുധാകരനുമായി സംസാരിക്കണമെന്ന് KC വേണുഗോപാൽ മല്ലികാർജ്ജുൻ ഖാർഗെയോട് ആവശ്യപ്പെട്ടത്. യാതൊരു വിധത്തിലും ഇളവ് നൽകാൻ കഴിയില്ല. സുധാകരൻ പാർട്ടിയുമായി സഹകരിച്ച് പ്രചാരണത്തിൽ മുന്നോട്ടു പോകണമെന്ന നിർദ്ദേശമാണ് ഖാർഗെ തുടർന്ന് മുന്നോട്ട് വെച്ചത്. താനുമായി നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന് ഖാർഗെയോട് സുധാകരൻ ആവശ്യപ്പെട്ടു. അതുതന്നെയായിരുന്നു സുധാകരന്റെ ഏറ്റവും വലിയ യുഗോ. നാളുകളായി രാഹുൽ ഗാന്ധി K സുധാകരനുമായി നേരിട്ട് സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. പലപ്പോഴും പല അപ്പോയിന്റ്മെന്റുകളും മേടിക്കുന്നു. എങ്കിലും രാഹുൽ ഗാന്ധിയുടെ ഈ ധാർഷ്ട്യം സുധാകരനിൽ അതൃപ്തി വളർത്തിയിരുന്നു. ബംഗളൂരുവിലാണ് താനിപ്പോൾ 2 ദിവസത്തിനകം രാഹുൽ ഗാന്ധിയുമൊത്ത് K സുധാകരനുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുമെന്ന് സുധാകരനെ ഖാർഗെ നേരിട്ടറിയിക്കുന്നു. തന്റെ വാക്കുകൾ രാഹുലിൻ്റേതു കൂടിയാണ് എന്ന് കണക്കാക്കണമെന്നാണ് സുധാകരനോട് ഖാർഗെ പറഞ്ഞത്. താൻ സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കു വേണ്ടി കൂടിയാണ്. രാജാജി മാർഗിലുള്ള കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് സുധാകരനെ തളയ്ക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞത്. സുധാകരനെ കണ്ണൂരിൽ മത്സരിപ്പിച്ചാൽ ലോക്സഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരുമെന്ന് സുധാകരനെ ഖാർഗെ ഓർമ്മപ്പെടുത്തി. അത്തരമൊരു ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അതിനിർണായകമാണ്. വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് ജനങ്ങളെ വലിച്ചിഴച്ചാൽ അത് വലിയ വിരുദ്ധ തരംഗത്തിന് കാരണമാകും. ഒരുപക്ഷെ കോൺഗ്രസ് വിരുദ്ധ തരംഗമായി ഇത് മാറിയേക്കാം. ദേശീയ തലത്തിൽ BJPയെ നേരിടുമ്പോൾ ലോക്സഭയിലെ ഓരോ വോട്ടും തങ്ങൾക്ക് അതീവ പ്രാധാന്യമുണ്ട് എന്ന് ഖാർഗെ സുധാകരനെ ഓർമ്മപ്പെടുത്തി.
സിറ്റിംഗ് എംപിമാർ കൂട്ടത്തോടെ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു തെറ്റായ സന്ദേശം പടർത്താൻ ഇടവരും. BJPക്കെതിരായ പോരാട്ടത്തിൽ സുധാകരനെ പോലെ ഒരു കരുത്തൻ നേതാവ് ഡൽഹിയിൽ ഉണ്ടാകണമെന്ന ആഗ്രഹം രാഹുൽ ഗാന്ധിക്കുണ്ട്. എംപിമാർക്ക് ആർക്കും ഇളവ് നൽകേണ്ട എന്ന കടുത്ത നിലപാടിലാണ് ഇപ്പോഴും രാഹുൽ ഗാന്ധി. കെ സുധാകരന് ഇളവ് നൽകിയാൽ അടൂർ പ്രകാശിനും മറ്റ് ചില എംപിമാർക്കുമൊക്കെ ഇളവ് നൽകേണ്ടി വരും. ഇത് വലിയ തലവേദനയാവും പാർട്ടിക്ക് സൃഷ്ടിക്കുക. നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ആകണമെന്ന വാശി രാഹുൽ ഗാന്ധിക്കുണ്ടല്ലോ എന്ന കാര്യം ഖാർഗെ സുധാകരനെ ഓർമ്മപ്പെടുത്തി. സുധാകരനെ പരിഗണിച്ചാൽ അടൂർ പ്രകാശിനെ കൈവിടാൻ കഴിയില്ല. കാരണം ശിവഗിരി മഠം അത്രയേറെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ആറ്റിങ്ങലിൽ വെറും 684 വോട്ടുകൾക്കാണ് അടൂർ പ്രകാശ് ജയിച്ചത്. ആറ്റിങ്ങലിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ഒരുപക്ഷെ BJP അവിടെ വിജയിച്ചു കയറും. അത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വലിയ ക്ഷീണമുണ്ടാക്കുമെന്നും ഖാർഗെ സുധാകരനോട് പറഞ്ഞു. സാമുദായിക സംഘടനകൾക്ക് മുന്നിൽ മുട്ടുവളയ്ക്കേണ്ട എന്ന പൊതു നിലപാട് വീണ്ടും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. ഇത്തരമൊരു നിലപാട് വീണ്ടും ശക്തിയോടെ ഉയർത്തിയത് VD സതീശൻ തന്നെ. ശിവഗിരി മഠം അടക്കമുള്ള സാമുദായിക സംഘടനകൾ സുധാകരനും അടൂർ പ്രകാശിനും വേണ്ടി ശക്തമായ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. എന്നാൽ സാമുദായിക താൽപ്പര്യങ്ങൾക്ക് വഴങ്ങിയാൽ വീണ്ടും ഹൈക്കമാൻഡിന് സമ്മർദ്ദങ്ങൾ മറ്റ് ചില കോണുകളിൽ നിന്നുണ്ടാകുമെന്ന് VD സതീശൻ ഖാർഗെയോട് പറഞ്ഞ കാര്യം ഖാർഗെ ഓർമ്മപ്പെടുത്തി. സമ്മർദ്ദത്തിന് വഴങ്ങി സീറ്റ് നൽകിയാൽ അത് അണികൾക്കിടയിൽ അച്ചടക്കമില്ലായ്മയ്ക്ക് കാരണമാകുമെന്ന് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. ഭീഷണിപ്പെടുത്തിയാൽ സീറ്റ് കിട്ടുമെന്ന തോന്നൽ ഇത്തരം സമ്മർദ്ദങ്ങൾക്ക് വീണ്ടും കാരണമാകും. ഇത് പാർട്ടിയുടെ അടിത്തറ തകർക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ഇവിടെ കർക്കശ നിലപാടെടുക്കേണ്ടി വരുമല്ലോ എന്ന് ഖാർഗെ സുധാകരനോട് ഓർമ്മപ്പെടുത്തി. സുധാകരന് പല പരാതികളുമുണ്ട്, ആവശ്യങ്ങളുമുണ്ട്. ഇതൊക്കെ കേൾക്കാൻ രാഹുൽ ഗാന്ധി നേരിട്ട് സംസാരിക്കുമെന്ന ഓഫർ ഖാർഗെ മുന്നോട്ട് വെച്ചപ്പോൾ സുധാകരന്റെ മനസ്സൊന്നലിഞ്ഞു. മറുവശത്ത് AK ആന്റണിയുടെ വൈകാരിക ഇടപെടൽ, അതിനെ നിഷേധിക്കാൻ കെ സുധാകരന് കഴിയുമായിരുന്നില്ല. ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനത്താണ് താൻ ആന്റണിയെ കാണുന്നത് എന്ന് ഖാർഗെയോട് സുധാകരൻ പറഞ്ഞു. സുധാകരന് ഇളവ് നൽകിയാൽ താൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ക്വിറ്റ് ചെയ്യുമെന്നാണ് ഇന്നലെ VD സതീശൻ ഹൈക്കമാൻഡിനെ അറിയിച്ചത്. ഇതും ഹൈക്കമാൻഡ് കർക്കശ നിലപാടുകൾ എടുക്കാൻ കാരണമായി. വിമതനായി പുറത്തേക്കിറങ്ങി മത്സരത്തിന് നിന്നാൽ കരുത്തൻ എന്ന കണ്ണൂരിലെ ഇമേജ് നഷ്ടപ്പെടുമോ എന്ന് സുധാകരനെ ചിലർ ഭയപ്പെടുത്തി. ഒപ്പമുണ്ടായിരുന്ന ചിലരാണ് സുധാകരനോട് ഇത്തരമൊരു അപകടഘട്ടത്തെക്കുറിച്ച് സംസാരിച്ചത്. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ K കരുണാകരൻ വരെ ദുർബലനായ ചരിത്രമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തൽക്കാലം ഒരു വിമതനായി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട. ഈ ഉപദേശം സുധാകരനെ ഉണർത്തി. തുടർന്നാണ് സിംഹം പതുങ്ങിയതെന്ന് വ്യക്തം. എന്നാൽ ഈ പതുങ്ങൽ എത്രത്തോളം നിലനിൽക്കും? MLA മന്ത്രിയുമാകാനുള്ള വ്യാമോഹത്തിന് പാർട്ടിയെ തകർത്തു എന്ന പേരുദോഷം സുധാകരനെ ജീവിതാവസാനം വരെ വേട്ടയാടുമെന്ന് ചിലർ ഓർമ്മപ്പെടുത്തി. അതും സുധാകരനിൽ വലിയ മനപ്രയാസമുണ്ടാക്കി. ഒടുവിലാണ് പാർട്ടിയാണ് വലുത്, ഞാൻ ചെറുതല്ലേ എന്ന് സുധാകരൻ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. സുധാകരൻ്റെ മനസ്സിൽ പലതും അപ്പോൾ മിന്നിമറഞ്ഞിരിക്കാം. കഴിഞ്ഞ കുറേ കാലമായി രാഹുൽ ഗാന്ധി നിരന്തരം തന്നെ അവഗണിക്കുന്നുവെന്ന തോന്നൽ ഈ കരുത്തൻ നേതാവിലുണ്ട്. മറുവശത്ത് സിംഹം പതുങ്ങിയത് വെറുതെയല്ല എന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറയുന്നു. എന്നാൽ ആൾക്കൂട്ടം പലപ്പോഴും അടിച്ചുപിരിയലിൻ്റെ വക്കത്തെത്തുന്ന കാഴ്ച കോൺഗ്രസ് എന്ന രാഷ്ട്രീയ സംഘടനയിൽ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും നിർണായക ഘട്ടത്തിൽ അവരൊക്കെ ഒരുമിച്ച് ചേർന്ന് ഇലക്ഷനെ അഭിമുഖീകരിക്കുന്നതും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒത്തുചേരുന്നതുമൊക്കെ ഒരു പതിവ് കൗതുക കാഴ്ചയാണ്. ഇനി തെരഞ്ഞെടുപ്പൊന്നും കഴിഞ്ഞോട്ടെ, അടിപട പൊടിപൂരമായിരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.